ടി ജി സജിത്തും MS അനീഷ് കുമാറും ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം സൈത്തിലേക്ക്. സൈത്ത്, ഈ നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ നാളെ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന പ്രതീക്ഷ മുരളി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സെറ്റിലാകലിലേക്ക് ഇല്ലെങ്കിൽ അത്തരത്തിൽ സെറ്റിലാവാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് നാളത്തെ ചർച്ചയിൽ ഉണ്ടാവുക? ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇത് അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാദം അംഗീകരിച്ചുകൊണ്ട് വലിയൊരു പ്രകോപനം ഉണ്ടാക്കാതെ മുമ്പോട്ട് പോകാമെന്നുള്ള കോൺഗ്രസിന്റെ ഉദ്ദേശം നടക്കുമോ? ധനിയായി കോൺഗ്രസ് ശ്രമിക്കുന്ന അതാണ്. കാരണം ലീഗിന് 3 സീറ്റുണ്ടെന്ന അവകാശവാദം അത് അംഗീകരിക്കുക, പക്ഷേ ഇത്തവണത്തെ പൊതു സാഹചര്യം ചൂണ്ടിക്കാട്ടി അത് നിഷേധിക്കുക. ഈ ഒരു തന്ത്രമായിരിക്കും കോൺഗ്രസ് പയറ്റുക. അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് നാളത്തെ ചർച്ചയിൽ നിർണായകമാവും. ഏറ്റവും ഒടുവിലും പുറത്തു വരുന്ന ലീഗ് നേതാക്കളുടെ നിലപാടുകൾ തങ്ങൾ 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ്, ഒരു തരത്തിലും അതിൽ പിന്നോട്ട് പോക്കില്ല എന്നതാണ്. പക്ഷേ ലീഗ് ആ സാഹചര്യം അത്ര കണ്ട് ഉറപ്പിക്കുമോ എന്നതാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത്. കാരണം ലീഗിന് അത്തരമൊരു സാഹചര്യം എടുക്കാൻ ഇപ്പോഴൊരു അത്തരം ഒരു പശ്ചാത്തലമില്ല എന്നത് ലീഗ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഫലത്തിൽ പാർട്ടിക്കകത്ത് മുസ്ലിം ലീഗിനകത്ത് 3 സീറ്റിന് വേണ്ടിയുള്ള വലിയ അവകാശവാദമുണ്ട്. അതുകൊണ്ട് പാർട്ടി അണികളെ തൃപ്തിപ്പെടുത്തുക, ഒരു പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്ന വാദം അംഗീകരിക്കുക, ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ അംഗീകരിച്ച് 3 സീറ്റിന് വേണ്ടി അവസാന ഘട്ടം വരെ തങ്ങൾ നിലപാടെടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നീക്കമാവും എന്തായാലും ലീഗ് നടത്തുക. എന്തായാലും തൽക്കാലത്തേക്ക് അവർ 3 സീറ്റ് എന്ന വാദത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. നാളത്തെ ചർച്ചയിലും ആ വാദം ശക്തമായി ഉന്നയിക്കും. 3 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ, അതായത് ലോക്സഭയിലേക്ക് 3 സീറ്റ് നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ പകരം എന്തു നൽകുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ അനുനയ നീക്കം എന്ത്, കോൺഗ്രസിന്റെ തന്ത്രം എന്ത് എന്നതിൽ പ്രസക്തി ഉണ്ടാവുക. നാളത്തെ ചർച്ചയിൽ എന്തായാലും നേതാക്കൾ അത് മുന്നോട്ട് വയ്ക്കുമെന്ന് ഉറപ്പാണ്. കാരണം ലീഗിനെ അനുനയിപ്പിക്കാൻ അത്തരം ചില ഉറപ്പുകൾ നൽകിയേ പറ്റുള്ളൂ. ലീഗ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടതുമുന്നണിക്കകത്ത് 4 സീറ്റുകളിൽ CPI മത്സരിക്കുന്നുണ്ട്. ഒരുപക്ഷെ CPIയേക്കാൾ കൂടുതൽ വോട്ട് ശതമാനമുള്ള തങ്ങൾക്ക് UDFിനകത്ത് 2 ലോക്സഭാ സീറ്റുകൾ മാത്രം ലഭിക്കുന്നു എന്ന പരാതി അവർക്കുണ്ട്. ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ലീഗ് നേതൃത്വം അവകാശവാദങ്ങൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, ഇപ്പൊ രാജ്യസഭാ സീറ്റും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നൊക്കെയുള്ള ആലോചന ലീഗ് നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ധന്യ. കാരണം അത്തരം കടുത്ത നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലീഗ് അത്തരം ഒരു കടുത്ത നീക്കത്തിലേക്ക് പോയേക്കില്ല. പക്ഷേ ലീഗിനെ അംഗീകരിച്ചുകൊണ്ട് അവരെ അനുനയപ്പെടുത്തുക, അതായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇരു വിഭാഗവും പൊതുവിൽ സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഇപ്പോൾ UDFിൽ ഇല്ല എന്ന് വിലയിരുത്തുമ്പോഴാണ് ഇപ്പോഴത്തെ സീറ്റ് നില. കാരണം 19 ഇടത്ത് കഴിഞ്ഞ തവണ UDF ജയിച്ചതാണ്. അതായത് കോൺഗ്രസ് ലീഗ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നിടത്തെല്ലാം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജയിച്ച സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസിന് തയ്യാറാവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിംഗ് MP ഒഴിവാക്കിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരമൊരു സമവായം ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊഴിച്ചുകൊണ്ട് അല്പമെങ്കിലും സാധ്യത നമുക്ക് കൽപ്പിക്കാൻ കഴിയാവുന്നത് കണ്ണൂർ സീറ്റിൻ്റെ കാര്യത്തിലാണ്. കാരണം കണ്ണൂരിൽ അവിടെ K സുധാകരൻ മത്സരത്തിനില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം നിലപാട് മാറ്റും സൂചന ഉണ്ടായിരുന്നു. എന്തായാലും ഈ കണ്ണൂർ സീറ്റിൻ്റെ കേസിൽ ഒരു പക്ഷേ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് വല്ലതും വിധേയമാവുമോ എന്ന കാര്യമാണ് ഇനി ആകാംക്ഷയുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒത്തുതീർപ്പുകൾക്കുള്ള സാധ്യതകളില്ല. ശരി.